RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ജോധ്പൂരിൽ സമാപിച്ചു. വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ. സ്ത്രീകളുടെ സാന്നിധ്യം സംഘടനാ പ്രവർത്തനത്തിൽ ഉറപ്പാക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും സുനിൽ ആംബേക്കർ പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, രാജ്യത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ബൈഠക്കാണ് ജോധ്പൂരിൽ നടന്നത്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സുനിൽ ആംബേക്കർ പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഏക സിവിൽ കോഡ്. അത് ആ ഏക സിവിൽ കോഡിലേക്ക് രാജ്യം വളരെ പെട്ടെന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. മറ്റെന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്? നിലിമ, കഴിഞ്ഞ 3 ദിവസമായി ജോധ്പൂരിൽ ചേർന്നിരുന്ന RSSന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സമാപിക്കും. വൈകിട്ട് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗത് അവിടെ എത്തിയിരിക്കുന്ന 320ഓളം പ്രതിനിധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതോടുകൂടിയായിരിക്കും ഈ ചടങ്ങുകൾ അവസാനിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ബൃഹത്തായ ഒരു യോഗമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജോധ്പൂരിൽ ചേർന്നത്. വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ പ്രധാനമായും RSSന്റെ ഇന്നിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളൊന്നും തന്നെ ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടില്ല, ഈ സമന്വയ ബൈഠക്കിൽ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് 32 സംഘടനകളിൽ നിന്നായി ഏതാണ്ട് 320ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. അവരുടെ മേഖലയിൽ നിന്നും അവർക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ബൈഠക്കിൽ അവർ കേട്ടു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിച്ചത്. അതായത് വിവിധ മേഖലകളിലെ സംഘടനാ സെക്രട്ടറിമാർ അടക്കമുള്ള, അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ, വിവിധ പരിവാർ സംഘടനകളുടെ സംഘടനാ സെക്രട്ടറിമാർ അടക്കമാണ് ഈ ബൈഠക്കിൽ ഭാഗമായത്. ആ ബൈഠക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരവരുടെ മേഖലകളിൽ ഇപ്പോൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ഉതകുന്ന ചർച്ചകൾ, ഇതൊക്കെയായിരുന്നു ഈ യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. സുപ്രധാന തീരുമാനങ്ങളൊന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നിരുന്നാൽ തന്നെയും ചില പ്രധാന വിഷയങ്ങളിലൂന്നി ചർച്ചകൾ നടന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം പഞ്ചപരിവർത്തനമാണ്. ഈ പഞ്ചപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, RSSന്റെ ശതാബ്ദി വർഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന മുഴുവൻ പരിപാടികളും, ഒപ്പം തന്നെ പഞ്ചപരിവർത്തനം അടക്കം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതായത് വ്യക്തിയിലൂടെ സമൂഹം, സമൂഹത്തിലൂടെ രാജ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അത് കൂടുതൽ അടിയുറച്ച് അതിലേക്ക് നീങ്ങുവാൻ വേണ്ടിയും അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയുമുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ സംഘടനകളിൽ സ്ത്രീ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് വെക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിലെ ഊന്നിയെ, അല്ലെങ്കിൽ നാരീശക്തിയിൽ ഊന്നിയാകും രാഷ്ട്രത്തിൻ്റെ വികസനം എന്നുള്ള കാഴ്ചപ്പാട് രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വെക്കുന്നു. അതിലൂന്നിയ ചർച്ചകൾ വളരെ വിശദമായി തന്നെ ഈ ജോധ്പൂരിൽ നടന്ന 3 ദിവസമായി ചേർന്ന ഈ സമന്വയ ബൈഠക്കിൽ ഉണ്ടായി എന്നുള്ളതാണ് സുനിൽ ആംബേദ്കർ, RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ വനവാസി വിഭാഗങ്ങൾക്ക് കൂടുതൽ കേന്ദ്രീകരിച്ച് വനവാസി വിഭാഗങ്ങളുടെ വികസനം, അതായത് രാജ്യത്തിൻ്റെ മുഴുവൻ വികസനം എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വികസനമാണ്. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വികസനം, അതാണ് ഏറ്റവും പ്രധാനം. അടിസ്ഥാന വർഗ്ഗങ്ങൾ വികസിച്ചാൽ മാത്രമേ, അവരുടെ ജീവിത രീതികളടക്കം മെച്ചപ്പെട്ടാൽ മാത്രമേ രാജ്യം പൂർണ്ണമായും വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിയെന്ന് കണക്ക് കൂട്ടാൻ കഴിയൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് എന്ന് പറയുന്നത് വനവാസി വിഭാഗമാണ്. വനവാസി വിഭാഗങ്ങളുടെ വികസനം അനിവാര്യമാണ്. അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനുതകുന്ന രീതിയിലുള്ള ചർച്ചകൾ ഈ സമന്വയ ബൈഠക്കിലുണ്ടായി. വനവാസി കല്യാണാശ്രം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വനവാസി വിഭാഗങ്ങളുടെയും ഒപ്പം തന്നെ മറ്റ് അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെയും സമസ്ത വികസനമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ വികസനം ഉണ്ടായാൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകൂ എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ഈ 3 ദിവസം ചേർന്ന ബൈഠക്കിൽ ചർച്ചയായി എന്നുള്ളത് സുനിൽ ആംബേദ്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും
പ്രാദേശിക ഭാഷകൾ കടന്നു വരണം, പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്നുള്ള ഒരു അഭിപ്രായം എല്ലാ സംഘടനകളും മുന്നോട്ട് വെച്ചു എന്നാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ കൃത്യമായ ആലോചന ഈ ബൈഠക്കിൽ നടന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ABVP അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികളുമായി വിശദമായി തന്നെ ചർച്ചകളുണ്ടായി. അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ABVPയും അതേപോലെ തന്നെ ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള സംഘടനകളെ പ്രതിനിധീകരിച്ച ഈ ബൈഠക്കിൽ പങ്കെടുത്തവർ വ്യക്തമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ചർച്ചകൾ, ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ചർച്ചയാണ് ഈ 3 ദിവസം നടന്ന ബൈഠക്കിൽ ഉണ്ടായത്. ഇതിനായി പ്രത്യേക സെഷൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ കൂടുതലായും ഈ ദേശീയത ഊന്നിയുള്ള വിദ്യാഭ്യാസ നയം അത് പ്രാദേശിക ഭാഷയിൽ തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവിടെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന സംഘടനകളുടെ പ്രതിനിധികളടക്കം മുന്നോട്ട് വെച്ചിരുന്ന ആശയം. അതായത് പ്രതിപക്ഷമടക്കം ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് കാണാം, തമിഴിനെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് ഹിന്ദിക്ക് ആധിപത്യം നൽകുന്നു എന്നുള്ള പ്രചരണം വലിയ രീതിയിൽ അവിടെ DMK അടക്കം അഴിച്ചുവിടുന്നു. പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ സഖ്യമാകെ അത് ഏറ്റുപിടിക്കുന്നു. തമിഴ്നാട്ടിൽ ഹിന്ദിവൽക്കരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നു, ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ DMK അടക്കം മുന്നോട്ട് വെക്കുമ്പോൾ RSSൻ്റെ, അതായത് സർക്കാരിന് നേതൃത്വം നൽകുന്ന മാതൃസംഘടനയായ RSS ചർച്ച ചെയ്യുകയാണ് എല്ലാ പ്രാദേശിക ഭാഷയിലും ദേശീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് നയിക്കണം, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് പ്രാദേശിക ഭാഷകൾക്ക് കൃത്യമായ പ്രാധാന്യം നൽകണം, അത് വിദ്യാഭ്യാസത്തിലും പ്രാദേശിക ഭാഷകൾക്ക് തന്നെ പ്രാധാന്യം നൽകണം, അതിൽ ഊന്നൽ നൽകണം എന്നുള്ളൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് RSS മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള ഇത്തരം സംഘടനകളും ഇത്തരം ആശയമാണ് അവിടെ മുന്നോട്ട് വെച്ചിരുന്നത്. നീലിമ, വിദ്യാഭ്യാസ രംഗത്തടക്കം വളരെ ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജോധ്പൂരിൽ ബൈഠക്കിന്റെ സമാപനം ആവുകയാണ്. വൈകുന്നേരം സർസംഘചാലകിന്റെ അഭിസംബോധനയോടെ ബൈഠക്കിന് സമാപനമാകും. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.